ചീറ്റ് ചെയ്ത ആൾക്ക് വേണ്ടി ഈ ലൈവ് ഡെഡിക്കേറ്റ് ചെയ്യാം. ഈ ബിസി ടോക്കിൽ ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് ചീറ്റിംഗ് ആണ്. ഓക്കെ ആണോ? ഞാൻ ചീറ്റ് ചെയ്യില്ല. ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടതാണ്. ഈ ടിക്ടോക്കിലാണ് സംഭവിച്ചത്. ഗിഫ്റ്റ് കണ്ടിട്ടാണ് അവൾ പ്രണയിച്ചെന്ന്. ചീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ലുക്കൊക്കെ ഇല്ലാതെ ഇങ്ങനെ ആരും ഒന്ന് ചീറ്റ് ചെയ്യാനാ? വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ഗിഫ്റ്റർ ഗെയിമർ ആകാൻ പോകുന്നത് ഇയാളാണ്. എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ടിക്ടോക്കിനെ പറ്റി എല്ലാം അറിയുന്നതാണ്. ഓക്കെ, ഈ ലേഡി ഹോസ്റ്റ് ഇവിടുന്ന് പൈസ ചോദിച്ചിട്ടുണ്ട്, ഒരു 5 ലക്ഷം. ഒരു വേറൊരാളോട് എന്നെ പറ്റി മോശം പറയാം. ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയാം. ഞാൻ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ആളാ. ഓ മൈ ഗോഡ്. സോ ചീറ്റിംഗ് എന്നുള്ള ഒരു കാര്യത്തില് ഗേൾസ് ആണോ ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്, ബോയ്സ് ആണോ? അങ്ങനെയൊന്നുമില്ല, അതിനൊരു പെർസെന്റേജ് ഇല്ല. ഓരോരാളുടെ മാനസികാവസ്ഥയും സാമൂഹിക ചുറ്റുപാടും നോക്കിയിട്ടാണ് ഇത് സംഭവിക്കുക. ചീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാണ്ടോ ചോദിച്ചാൽ ഒരുപാടുണ്ട്. ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. ടിക്ടോക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചീറ്റിംഗ് തന്നെ അല്ലേ ഒരു 90% നടക്കുന്നേ. മിന്നി മറയുന്ന ഒരു ഗിഫ്റ്റ്, ചിട്ടി പിടിച്ച ക്യാഷ് വരെ കൊണ്ടുവന്നിട്ട്. അയ്യോ മോളെ, എനിക്ക് എന്റെ ലൈഫ് മൊത്തം ചീറ്റിംഗ് മാത്രമേ ഉള്ളൂ. എന്റെ കുടുംബക്കാരും എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ സഹോദരങ്ങളും എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സും എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ടിക്ടോക്കിൽ വെച്ച്. കുറെ ഫിൽറ്റർ ഇട്ടിട്ട് വന്നിട്ട് കാലഘട്ടത്തിൽ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. ചീറ്റിംഗ് ചെയ്യാത്ത ആൾക്കാർ വളരെ റയർ ആയിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.